എന്റെ വലത് ഗുഡ് മോർണിംഗ്. എന്റെ ഇടതുവശത്ത് ചിന്താ ജെറോമാണ്. CPM-ന്റെ തീപ്പൊരി നേതാവാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് 2 കരുത്തരായ വനിതകളായിരിക്കും ഏറ്റുമുട്ടുക. ചിന്താ ജെറോമും ബിന്ദു കൃഷ്ണൻ. അങ്ങനെയായിരിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എന്ത് തോന്നുന്നു ചിന്ത? CPM-നെ സംബന്ധിച്ച് ഇത്തരം പ്രവചനങ്ങൾക്കെങ്ങും നന്നായിട്ട് അറിയായിരുന്നു. യാതൊരു അടിസ്ഥാനവുമില്ല. അതാത് സമയങ്ങളിൽ പാർട്ടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. മറിച്ച് LDF-ൽ ഇക്കുറി മേഴ്സിക്കുട്ടിയമ്മ മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ CPM-ലെ യുവ വനിതാ നേതാവ് ചിന്താ ജെറോം കുണ്ടറയിൽ LDF സ്ഥാനാർത്ഥിയായി വരാനാണ് സാധ്യത. നമുക്കറിയാം, പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട പല കീ പൊസിഷനുകളിലേക്കും സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ലോകത്തിന് തന്നെ മാതൃകയല്ലേ 21-കാരിയെ തിരുവനന്തപുരത്ത് മേയറായി തീരുമാനിച്ച പാർട്ടിയാണല്ലോ CPI. അപ്പൊ ആര്യ അതിനെ എത്ര കയ്യൊതുക്കത്തോടു കൂടി എത്ര നല്ല വിധത്തിൽ ആ കോർപ്പറേഷനെ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ള അനുഭവം നമുക്ക് മുമ്പിലുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനെ 2020 ഇറക്കി നടത്തിയ പരീക്ഷണം അത് അമ്പെ പരാജയപ്പെട്ടതിന്റെ തിരിച്ചടിയാണെന്ന് ഇപ്പോഴെങ്കിലും CPM-നെ തിരിച്ചറിയാൻ കഴിയുന്നു. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് 21 വയസ്സിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം. തന്നേക്കാൾ താഴെയുള്ളവരോട് പുച്ഛവും തന്നേക്കാൾ മുകളിലുള്ളവരോട് അമിത വിധേയത്വവും പുലർത്തുന്ന ആര്യ രാജേന്ദ്രൻ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. പബ്ലിക് റിലേഷന് വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ സാധാരണക്കാരോട് സംസാരിച്ചെങ്കിൽ ഈ ഗതി വരുമായിരുന്നില്ലെന്ന്. എന്താ കൊല്ലത്തെ സ്ഥിതി? അല്ല, കൊല്ലം തീർച്ചയായിട്ടും LDF തുടരും എന്നതിൽ ഒരു സംശയവുമില്ല. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. LDF തുടരും, നാട് വളരും എന്ന നാടിന്റെ തലയെഴുത്ത് തേയും.